പുട്ട് കൊതിയാനായ എൻ്റെ ഹസ്ബൻഡിന് ഇന്നലെ ഡിന്നറിന് പുട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാൽ അതിനെക്കുറിച്ചൊന്ന് ഹെൽത്തി ആക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതിന് ആദ്യം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ നോർമൽ ഏത് പുട്ടുപൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ചൊന്ന് റാഗി പൊടിയും കൂടി ഇട്ടു. അപ്പോൾ റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ ഈ അടുത്താണ് കേട്ടോ കുറച്ചൊന്ന് അധികം മനസ്സിലാക്കി വന്നത്. അതുകൊണ്ട് അതിൻ്റെ മാക്സിമം ഞാൻ അങ്ങ് യൂട്ടിലൈസ് ചെയ്യും. അതിനുശേഷം എനിക്കിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അവൈലബിൾ ആയതുകൊണ്ട് അത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം ഉപ്പിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് നോർമലി നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ബീട്രൂട്ടോ ക്യാബേജോ അങ്ങനെ പല ഓപ്ഷൻസും യൂസ് ചെയ്യാം. ഇത് ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണെന്നാണ്. പിന്നെയാണ് അത് റിയലൈസ് ചെയ്യുന്നത്. ഇത് കുറേ പേര് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പുട്ടിൻ്റെ മോൾഡിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ചിരട്ടപ്പുട്ടാണെങ്കിൽ അതല്ല കുറ്റിയുള്ളതാണെങ്കിൽ അത്. എൻ്റെ കയ്യിൽ ഇവിടെ ഉതിർപ്പുട്ടിൻ്റെ പാത്രമുള്ളൂ, അപ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോർമൽ സ്റ്റീമിൽ വേവിക്കുന്നു. നമ്മുടെ ചൂട് പുട്ട് റെഡി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കറി, കടലക്കറിയോ ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മാങ്ങയിട്ട് മീൻ കറി